ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് കുറച്ച് സമൂസ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ യൂട്യൂബിൽ വൈറലായിട്ട് എല്ലാവരും കണ്ടത് തന്നെ ആയിരിക്കും. പക്ഷെ ഞാനും അത് വാങ്ങി ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. നല്ല ഉപകാരമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്. അത് വാങ്ങിയിട്ട് ഉപയോഗിച്ച് നല്ലതായത് കൊണ്ടാണ് ഞാനും ഈ വീഡിയോ എടുത്തത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു 50 സമൂസയൊക്കെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിതാ ഇതുപോലത്തെയുള്ള ഈ സമൂസ മേക്കർ നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. നമുക്ക് ഈ ഇറച്ചിയടക്കൊക്കെ നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. അതിപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അത് ഞാൻ കുഴക്കുന്നത് കാണിച്ചിട്ടില്ല. ഞാനിതാ ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഇത് 4 ഇതുപോലെ ഉരുളാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. പിന്നെ നമ്മൾ അതിന് വേണ്ടിയുള്ള മസാല ആക്കിയെടുക്കുക. അത് ഓരോരാൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മസാല ആക്കിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചിക്കനൊക്കെ വെച്ചിട്ടാണ് മസാല ആക്കിയത്. അത് ഞാൻ മസാല ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല. അത് അവരവരെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മസാല ആക്കിയെടുത്താൽ മതി. പിന്നെ ഇതാ ഇത് നമുക്ക് ഈ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ നന്നായി ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ മസാല ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ചിക്കൻ മസാല ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രൈ ചെയ്ത് ഇതുപോലെയുള്ള ചിക്കനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കടിക്കുമ്പോൾ നല്ലോണം ചിക്കനൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ വെച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്നും കൂടി പരത്തിയിട്ട് നമുക്കത് വെച്ച് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും, ഇത് നന്നായി കിട്ടുമോ എന്നുള്ളത്. പക്ഷേ ഇത് നല്ല ഉപകാരമുള്ള സാധനം തന്നെയാണ്. ഇനിയിപ്പോൾ ഇതുപോലെ നന്നായി അതൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. നന്നായി പരത്തിയെടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഷേപ്പ് കാണുന്നത് വരെ നല്ലോണം അത് പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാം മുറിഞ്ഞ് കിട്ടും അത്. അപ്പോൾ സൈഡൊക്കെ നമുക്കതൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. എൻ്റെ മാവ് കുറച്ച് ലൂസായത് കൊണ്ടാണ് ഇങ്ങനെ തട്ടുമ്പം വീഴാത്തത് കേട്ടോ. കുറച്ച് ടൈറ്റ് ആണെങ്കിൽ പെട്ടെന്ന് അത് ഇളകി കിട്ടും. ഞാൻ പിന്നീട് ഉണ്ടാക്കിയതൊക്കെ പെട്ടെന്നായി കിട്ടിയിട്ടുണ്ട്. ഇതും പ്രശ്നമില്ല, നല്ല വൃത്തിക്ക് തന്നെ എല്ലാം എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചധികം ആക്കി വെക്കുന്നത് കൊണ്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ഫ്രീസറിലൊക്കെ സൂക്ഷിക്കണമെന്നെങ്കിൽ ഒന്ന് വാട്ടിയെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഓട് വെച്ചിട്ട് ഗ്യാസുമ്മേ തന്നെ ഒന്ന് വാട്ടിയെടുത്തതാണ്. ഇതുപോലെ നല്ല ഷേപ്പിലായിട്ട് തന്നെ അത് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. വളരെ ഉപകാരമുള്ള സാധനം തന്നെയാണ്. വാങ്ങിയാൽ നല്ല ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.